ഇപ്പോൾ റംബൂട്ടാൻ പഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ റംബൂട്ടാൻ ഇത് നാടനാണ്. ഈ നാടൻ റംബൂട്ടാൻ ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. ഇത് ബഡൊന്നുമല്ല, തന്നെയല്ല ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതല്ല. ഇത് നാടൻ നമ്മുടെ അരി പാകി കിളിർപ്പിച്ച് നട്ടതാണ്. നല്ലവണ്ണം കായ്ക്കുന്നുണ്ട്, ശരിക്കും കായ്ക്കുന്നുണ്ട്. വരിക്ക തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഓരോന്ന് പറിച്ച് തിന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പഴുത്തത് പറിച്ച് തിന്നും, പഴുക്കാത്തത് മാത്രം അവിടെ നിർത്തും. അതുകൊണ്ടാണ് താഴെ ഇല്ലാതെ പോയത്. അപ്പോൾ ഇതാണ് നല്ലവണ്ണം പഴുത്തത്. ഇത് കുമ്പഴമായതേ ഉള്ളൂ, നല്ലവണ്ണം പഴുത്തില്ല. ഇഷ്ടംപോലെ മാതളം അതിനകത്തുണ്ട്, ഇഷ്ടംപോലെ മാതളമുണ്ട്. ഇത് വരിക്കയാണ്, ഇഷ്ടംപോലെ മാതളമുണ്ട്. ഇത് തിന്നുമ്പോൾ ഇതിൻ്റെ മാതളം മാത്രം ഇളകി വരും. അരി മാത്രം തെളിഞ്ഞ് മാതളം ഇളകി വരും. അരി എവിടെ ആയിരിക്കും, മാതളം മാത്രം നമുക്ക് തിന്നാൻ കഴിയും. അതുകൊണ്ടാണ് വരിക്ക എന്ന് പറയുന്നത്. കൂഴയെന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടിയിരിക്കും. അതിൻ്റെ നീര് മാത്രം എടുക്കുമ്പോൾ കുറച്ച് ഭാഗം മാത്രമേ അതിൻ്റെ മാംസള ഭാഗം നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഇതിൻ്റെ അരി കളയേണ്ട കാര്യമൊന്നുമില്ല. അരി ഉൾപ്പെടെ നമുക്ക് ചവച്ച് തിന്നാം. പ്രത്യേകിച്ച് മധുരമുള്ളതാണെങ്കിൽ, പുളിയുള്ളതാണെങ്കിൽ അത്രയും രുചി വരത്തില്ല. മധുരമുള്ളതാണെങ്കിൽ അതോടൊപ്പം തന്നെ തിന്നാം. ഇനി ഇതിൻ്റെ അരി പിറക്കി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് വറുത്ത് തിന്നാനും പൊട്ടിച്ച് തിന്നാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ അരിയും തോട് മാത്രമേ ഉള്ളൂ ഉപയോഗശൂന്യമായത്, ബാക്കിയെല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ ഇത് പഴുക്കാറായി വരുന്നതേ ഉള്ളൂ. ഒരു ഭാഗത്തുനിന്ന് പഴുത്തത് പറിച്ചു മാറും, ബാക്കിയുള്ളത് പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇത് വലയിട്ടിട്ടില്ല. സാധാരണഗതിയിൽ ഇത് വലയിടണം. വലയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വാവലും അണ്ണാനും ഒക്കെ മുഴുവൻ കൊണ്ടുപോകും. ഇത് വലയിട്ടില്ല. ഇപ്പോൾ അവർ ആവശ്യത്തിനൊക്കെ അവർ കഴിക്കുന്നുണ്ട്. എന്നാലും ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്. ആവശ്യം പോലെ അവരും കഴിക്കുന്നുണ്ട്. അവർ കഴിക്കും, നമുക്കും ആവശ്യത്തിന് പറിക്കാൻ കിട്ടുന്നുണ്ട്. എങ്ങൊന്നും വാങ്ങി നട്ട തൈയൊന്നുമല്ല, നമ്മൾ അരി പാകി കിളിർത്ത തൈ തന്നെ നട്ടെടുത്തതാണ്. വരിക്ക കൂഴ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട് കായ്ക്കുന്നതുണ്ട്. കായ്ക്കാത്തത് ആണും പെണ്ണും എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അതായത് ഇഷ്ടം പോലെ പൂക്കുകയും ഒരു കാ പോലും പിടിക്കുകയും ചെയ്യാത്തതാണ് ആണ് എന്ന് പറയുന്നത്. അതിന് കായേ പിടിക്കില്ല. അത് എത്ര പൂത്താലും എത്ര വർഷം നിന്ന് പൂത്താലും അതിന് കാ പിടിക്കത്തില്ല. അതേസമയം പൂത്ത് ആദ്യം പൂക്കുമ്പോൾ തന്നെ ആദ്യത്തെ വർഷം തന്നെ പൂത്ത് അതിൽ ഒരു നണിയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെണ്ണാണ്. അത് ഇഷ്ടം പോലെ കായ്ക്കും, വരും വർഷങ്ങളിൽ കായ്ക്കും. ചിലർ ഈ റംബൂട്ടാൻ നട്ടു വളർത്താറുണ്ട്. ചിലർ കൊണ്ടുവന്ന് കഴിച്ചതിൻ്റെ അരി വീണ് കിളിക്കാറുണ്ട്. നമ്മുടെ തൊടിയിലൊക്കെ ഇത് കിളിച്ചു വരും. ഇതുപോലെ നമുക്ക് കിട്ടുന്ന പഴങ്ങൾ നമ്മളതിൻ്റെ മാംസള ഭാഗം കഴിച്ചിട്ട് നമുക്കിത് നട്ടു വളർത്താം. ഇതിന് നമുക്ക് പാകി കിളിർപ്പിക്കാം. അതിനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ കഴിച്ചിട്ടോ ഇതുപോലെ വരുന്ന അരികൾ ഇതുപോലെ പറക്കി വെച്ചിട്ട് ഒരു കണ്ണൻ ചിരട്ട, ഒരു ചിരട്ട എടുക്കുക. കണ്ണൻ ചിരട്ട, കിഴുത്തയുള്ള ഒരു ചിരട്ട, അടിയിൽ കിഴുത്തയുള്ള, അതായത് കണ്ണൻ ചിരട്ട എന്ന് പറയുന്നത്. അതിനൊരു ചെറിയൊരു സുഷിരം ഇട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം നനച്ചാൽ അത് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് മണൽ ഇതിനകത്ത് നിറച്ചിട്ട് നമ്മളിത് ഇതിനകത്തോട്ട് പുതച്ച് വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് പുതച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരല്പം മണൽ, ഒരുപാട് വേണ്ട, ഒരല്പം മണലൊന്ന് ചേറിയിട്ട് കൊടുക്കാമെങ്കിൽ നല്ലതാണ്. കുഴിയാണ് വളരെ നല്ലത്. മുകളിൽ ചേരുന്നത് കുറച്ച് പൂരി മണൽ ഒന്ന് ചേറിയിട്ട് കൊടുത്തു, ഒന്ന് ചെറുതായി ഒന്ന് നനച്ച് ഇങ്ങനെ നമ്മൾ വെച്ചാൽ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഇതിനെല്ലാം മുള വന്ന് അത് തൈയായി മാറും. അത് ഒരുപാട് മുകളിലേക്ക് വരണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. മുള വന്ന ഒരല്പം മുള മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇളക്കിയെടുത്തിട്ട് എവിടെയാണ് നമുക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ നമുക്കിത് നട്ടു വളർത്തിയെടുക്കാൻ കഴിയും. ഇത് വില കിട്ടുന്ന പഴമാണ്, ചന്തമുള്ള ഒരു മരമാണ്. അതായത് അത് പഴുത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ആന ചന്തമാണ്. തന്നെയല്ല വീട്ടുമുറ്റത്തൊരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ആ സീസണിൽ ആവശ്യമുള്ളപ്പോഴൊക്കെ പറിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.